വെൽക്കം ടു PSC Journey. PSC Journeyയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു നൈറ്റ് സ്റ്റഡിയാണ്. ലേറ്റ് ആയിട്ട് പഠിക്കുന്നവർ, നൈറ്റ് സ്റ്റഡി ഒക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് ഉപകരിക്കുന്ന ഒരു വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. 11:30 രാത്രി ഒരു 11:30 തൊട്ടുള്ള ഒരു പഠനമാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു നൈറ്റ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ രാവിലെ എന്നതിനേക്കാൾ കൂടുതലും ഞാൻ രാത്രി വൈകിട്ടാണ് പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ അത്തരക്കാർക്ക് ഉപകരിക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തൊഴിൽ വാർത്തയിൽ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് കറണ്ട് അഫെയർസ് വരാറുണ്ട് അല്ലേ. എല്ലാ തൊഴിൽ വാർത്തയിലും കറണ്ട് അഫെയർസ് ഉണ്ടായിരിക്കും, അതുപോലെ ഹരിശ്രീയിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക എന്നുള്ളതാണ്. നോട്ട് ചെയ്ത് വയ്ക്കലൊന്നുമില്ല, വേറെ ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക അങ്ങനെയൊന്നുമില്ല. ഈ ഒരു പേപ്പറിൽ തന്നെ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് പോവും. അത് ഒന്ന് മനസ്സിലാക്കി വെക്കും, വായിച്ചു 1-2 തവണ ഒന്ന് വായിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യനും വായിച്ച് അങ്ങനെ മനസ്സിലാക്കി വിടും. അത്രയാണ് കറണ്ട് അഫെയർസ് ചെയ്യുന്നത്. പിന്നെ യൂട്യൂബ് ചാനൽസിനെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. വേറെ ഒന്നും കറണ്ട് അഫെയർസിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ടഫാണ് കറണ്ട് അഫെയർസ് പഠിക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കറണ്ട് അഫെയർസ് പഠിച്ചെടുക്കുന്നത്. പിന്നെ ഇന്ന് ചെയ്തൊരു കാര്യം എന്ന് വിചാരിച്ചാൽ ഒരു മോക്ക് ടെസ്റ്റ് പോലെ അറ്റൻഡ് ചെയ്ത് നോക്കുകയാണ്. അത് ഈ തൊഴിൽ വാർത്തയിൽ തന്നെ LDC, LGS, ഡിഗ്രി പ്രിലിംസിൻ്റെ ഒക്കെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം എല്ലാ തൊഴിൽ വാർത്തയിലും ഉണ്ടായിരിക്കും. അത് വാങ്ങുന്നവർക്കറിയാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ LGSൻ്റെ ആണ് എടുത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളൊരു തുടക്കക്കാരാണ് അല്ലെങ്കിൽ പഠിച്ച് വരുന്നേ ഉള്ളൂ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും താഴെ കിടക്കുന്ന മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. അതായത് ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് തന്നെ ആദ്യം പോയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഡിഗ്രി പ്രിലിംസ് ആയിരിക്കും എഴുതുന്നുണ്ടായിരിക്കും, അതിന് വേണ്ടിയിട്ടായിരിക്കും ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷേ എങ്കിൽ പോലും നിങ്ങളൊരു തുടക്കക്കാരായിരിക്കണം എന്നൊരു സമയത്ത് നിങ്ങൾ ഏറ്റവും താഴെയുള്ള പേപ്പറുകൾ ആദ്യം തന്നെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ LGS തന്നെ, അത് കാരണം അത് ഉള്ളതിൽ ബെറ്ററായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പേപ്പറായിരിക്കും LGSൻ്റെ ഒക്കെ. അപ്പോൾ നമുക്കതിൽ കൂടുതൽ സ്കോർ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാൻ പറ്റും. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള നമ്മൾ ആദ്യമായിട്ടൊരു മോക്ക് ടെസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ആദ്യം തന്നെ പോയിട്ട് ഡിഗ്രി പ്രിലിംസിൻ്റെയോ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ഉള്ള മറ്റ് എക്സാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒരുവിധം പഠിച്ചവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് നിങ്ങളുടെ ഉള്ള കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കുകയുള്ളൂ എപ്പോഴും അല്ലേ. നമുക്ക് എപ്പോഴും മാർക്ക് കുറച്ച് കിട്ടുമ്പോൾ നമ്മളത് ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകും അല്ലേ. നമ്മൾ ഇത്രത്തോളമൊക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഒരുവിധം പഠിച്ചു എന്നിട്ട് എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയുള്ളൂ എന്നൊക്കെ തോന്നുമ്പോൾ ശരിക്കും അത് ഭയങ്കര നിരാശ തന്നെയായിരിക്കും. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവരാദ്യം തന്നെ ചെയ്യേണ്ടത് ഏറ്റവും താഴെയുള്ള അല്ലെങ്കിൽ LGSO അതിന് താഴെയുള്ള ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് GK ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും, തീർച്ചയായിട്ടും കൂടും. നിങ്ങൾക്കത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ, പിന്നെ പറയുന്നത് ഒരുപാട് മോക്ക് ടെസ്റ്റുകളിൽ നമ്മുടെ PSC പാറ്റേൺ ഒന്നും ആയിരിക്കില്ല, വളരെ ഉയർന്ന ലെവലിലുള്ളതൊക്കെ കൊടുക്കാറുണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അതിലെ മാർക്കൊന്നും കണ്ടിട്ട് നിങ്ങൾ അത്രയും ഡിപ്രസ്ഡ് ആവേണ്ട കാര്യമില്ല, അത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അവിടെ നിന്നായിരിക്കണം നിങ്ങൾ മുകളിലേക്ക് കയറി വരേണ്ടത്. പിന്നെ നമ്മളുടെ വിജയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ എത്രത്തോളം നമ്മളിൽ വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യം എത്രത്തോളം ഉണ്ടോ. നമുക്ക് ലക്ഷ്യം ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം അല്ലേ. അല്ലാതെ ലക്ഷ്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് എത്രത്തോളം ജീവിത വിജയം അവരെ കണ്ടുമുട്ടിയാലോ അല്ലെങ്കിൽ അവരുടെ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടാലോ അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ല അല്ലേ. ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിനുള്ളിൽ കയറുമ്പോഴാണ് മറ്റ് മോട്ടിവേഷൻ വീഡിയോസോ അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയം കൈവരിച്ചവരെ കാണുമ്പോഴൊക്കെ നമുക്ക് ഒരു മോട്ടിവേഷൻ വരുന്നത്. അല്ലെങ്കിൽ അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് എന്ത് കണ്ടാലും ഒരു എഫക്റ്റും ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ കഴിയും. താങ്ക്